പോകുമ്പോൾ നമുക്ക് തോന്നും സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് മടക്കി കൊണ്ടുവരട്ടെ എന്ന്. അങ്ങനെയല്ല. നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഒരാൾ വീണുപോയാൽ നാം അവരെ മടക്കി കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം. And sometimes the restoration being with one word. ചിലപ്പോൾ ആ മടക്കി വരവ് ഒറ്റ വാക്കുകൊണ്ട് നടക്കും. And your one visit. നിങ്ങളുടെ ഒരു സന്ദർശനം കൊണ്ട് അത് മടക്കിയെടുക്കുവാൻ കഴിയും. And your one phone call. ഒരു ഫോൺ കോൾ കൊണ്ട് ചിലപ്പോൾ കഴിയും. And your one prayer. ഒരു പ്രാർത്ഥന കൊണ്ട് അത് കഴിയും. So the restoration is very important to the believers. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനെ മടക്കി കൊണ്ടുവരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. But how you restore? You don't. Some people restore somebody, and afterwards they will do some gossip. But you don't do any gossip. എന്നാൽ ഒരാളിനെ മടക്കി കൊണ്ടുവന്നിട്ട് അതിനുശേഷമായി തെറ്റായ ഇൻഫർമേഷൻസ് കൊടുക്കാൻ പാടില്ല. When you go for restoration, you be in a prayerful mind. നാം ഒരാളിനെ മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നാം പ്രാർത്ഥനയിലൂടെ അത് ചെയ്യണം. Before speaking people, you speak to God. മറ്റുള്ളവരോട് നാം സംസാരിക്കുന്നതിന് മുൻപ് നാം ദൈവത്തോട് സംസാരിക്കണം. Then God will soften your heart. ദൈവം നമ്മെ ഹൃദയം അലിയിച്ച് അതിനുവേണ്ടി നമ്മെ ഒരുക്കും. A humble heart, God will give you. വളരെ ശാന്തമായ ഒരു ഹൃദയം നമുക്ക് ദൈവം തരുവാനിടയായിത്തീരും. വിനയമുള്ള ഹൃദയം. The verse 20. 20ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. Let you know that he which converteth the sinner from the error of his way shall save a soul from death and shall hide a multitude. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു മനുഷ്യനെ മടക്കിക്കൊണ്ടുവരുമ്പോൾ അവൻ നിത്യരാജ്യത്തിന്റെ അവകാശിയായി മാറുകയാണ്. One a saving soul from the death. ഒരു ആത്മാവിനെ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. You all know that a man is created by soul, body and spirit. ഒരു മനുഷ്യനെ ആത്മാവ്, മനസ്സ്, ശരീരം ഇങ്ങനെ മൂന്നായി സൃഷ്ടിച്ചിരിക്കുന്നു. When a man died physically, his body and mind will die. അവന് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ മനസ്സും അവന്റെ ശരീരവും മരിക്കുന്നു. But his spirit will go to God. ആത്മാവ് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നു. If the spirit, God did not forgive him, the spirit also will die later. ദൈവം ആ ആത്മാവിനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ പിന്നത്തേതിൽ ആത്മാവ് മരിച്ചു പോകാനിടയായിത്തീരും. So because of that, we have to restore. If somebody wander from the truth, we have to restore him. സത്യത്തിൽ നിന്ന് ആരെങ്കിലും വിട്ടുമാറിയാൽ അവരെ കണ്ടുപിടിച്ച് അവരെ മടക്കിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. I am cutting short because I am seeing your face. You have no interest to hear. So I am cutting short. The warning for the churches. ദൈവസഭയോടുള്ള ഒരു മുന്നറിയിപ്പ്. Do not ignore backsliders. മടങ്ങിപ്പോകുന്നവരെ അഥവാ വീണു പോകുന്നവരെ നാം മറന്നു കളയരുത്. And do not judge harshly. അവരെ ന്യായം വിധിക്കുവാൻ നാം ശ്രമിക്കരുത്. Do not spread their failure through gossip. അവരുടെ ജീവിതത്തിലെ പരാജയങ്ങൾ മറ്റുള്ളവരോട് പങ്കിടരുത്. Do not give up them. ഒരിക്കലും അവരെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ചിന്തയിൽ അവരെ വിട്ടുകളയരുത്. The church, please remember this and behave that way. The God will bless you all. ദൈവസഭ ഇങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി ദൈവസഭയിൽ ഇടവിൽ നിൽക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവസഭയ്ക്ക് കഴിയട്ടെ. Praise God. Hallelujah.